ഭൂമിയിലെ ആദ്യത്തെ രക്തസാക്ഷി ആബേൽ, ആ നീതിമാന്റെ നിഷ്കളങ്ക രക്തം വാർന്നൊഴുകിയ ഈ മണ്ണിൽ അന്നു തൊട്ട് ഇന്നേ വരെയുള്ള രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണഭൂതനായ ഭൂമിയിലെ ആദ്യ കൊലപാതകി കായേൻ. ദൈവസ്വരം ധിക്കരിച്ച ആദ്യ മനുഷ്യന്റെ ആദ്യജാതൻ കായേൻ, സാത്താന്റെ ഉൽപ്പന്നമായ അസൂയയുടെ ആദ്യാവകാശി. അവന്റെ പിന്തുടർച്ചക്കാരായ ആധുനിക കായന്മാർ ഇന്നും അടങ്ങാത്ത പ്രതികാരദാഹവുമായി കൊലവിളി മുഴക്കി രക്തമുദ്ര ചാർത്താൻ ഈ ഭൂമി മണ്ണിൽ നിഷ്കളങ്ക രക്തതടാകങ്ങൾ സൃഷ്ടിക്കുന്നു. ദൈവത്തിന്റെ 5-ാം പ്രമാണം നിർദ്ധയം ലംഘിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആബേലിനെ പോലെ ഹൃദയ വിശുദ്ധിയുള്ളവരാകാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ തുടങ്ങുന്നു രക്തമുദ്ര. ഇതാ ഞാൻ നശിക്കാൻ പോകുന്നു. ദൈവമേ, എന്റെ ജീവനെ ശത്രുക്കളുടെ കരകളിൽ നിന്ന് രക്ഷിക്കണമേ. ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ജീവൻ നശിപ്പിച്ചവരോട് നീ പകരം ചോദിക്കണേ. നിരപരാധിയായ എന്നെ അവർ കൊന്നുകളഞ്ഞു. മരണത്തിന്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയാൻ മാത്രം ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? ആബേൽ, നിന്റെ വിലാപം എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. കായേൻ നശിപ്പിച്ച നിന്റെ ജീവൻ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. പകരം പുതുജീവൻ ഞാൻ നിനക്ക് നൽകും. ശരീരത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടേണ്ട, എന്നാൽ ആത്മാവിനെ കൊല്ലുന്നവനെ നീ ഭയപ്പെടുക. ദൈവമേ, എന്റെ ആട്ടിൻപറ്റങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നിനെ ഞാൻ നിനക്കിതാ ബലി തരുന്നു. ഈ ബലിവസ്തുവിനെ അങ്ങ് സ്നേഹത്തോടെ സ്വീകരിച്ചാലും. ആബേൽ, നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാണ് ഈ നല്ല മൃഗത്തെ ബലിവസ്തുവായി വെച്ചിരിക്കുന്നത്? അല്പസമയം കഴിഞ്ഞാൽ ഈ ബലിവസ്തു അഗ്നിക്കിരയാകും. സഹോദര, ദൈവത്തിന് ശ്രേഷ്ഠമായത് നൽകുക. ഞാൻ നിന്നെ പോലൊരു വിഡ്ഢിയല്ല. അധ്വാനത്തിന്റെ വില എന്താണെന്ന് എനിക്കറിയാം. ആബേൽ, നിന്റെ ബലിയിലും കാഴ്ചയിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പകലന്തിയോളം പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകനോട് ദൈവത്തിന് പോലും പുച്ഛം. ഈ കൃഷിഭൂമിയെല്ലാം അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് വീഴാതെ മൂൾച്ചെടികൾ കൊണ്ട് നിറയട്ടെ. കായേൻ, നിന്റെ മുഖമെന്തേ വാടിയിരിക്കുന്നു? നീ ആരോടാണ് ക്ഷോഭിക്കുന്നത്? ഉചിതമായത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നീയും സ്വീകരിക്കപ്പെട്ടേനെ. പാപം വാതിൽക്കൽ തന്നെ പതുങ്ങിയിരിക്കുന്നുവെന്ന് നീ ഓർക്കുക. ഹവ്വ, ദൈവം നമുക്ക് 2 മക്കളെ തന്നു. ആബേൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നു. എന്നാൽ കായേൻ ചെറുപ്പത്തിലെ പിടിവാശിക്കാരനായിരുന്നു. അവന്റെ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ തീയാണ്. ദേ, കായൻ വരുന്നു. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? ദൈവം ബലിപീഠത്തിൽ വേർതിരിവ് കാണിച്ചു. നീയാണ് ദൈവത്തോട് വേർതിരിവ് കാണിച്ചത്. നല്ലത് സമർപ്പിച്ചെങ്കിൽ നിന്റെ ബലിയും ദൈവം സ്വീകരിച്ചേനെ. മോനെ, കണ്ണുനീരിന് വില കൊടുക്കുന്നവനാ ദൈവം. ചെയ്ത തെറ്റിനെ നീ ദൈവത്തോട് മാപ്പപേക്ഷിക്ക്. അവിടുന്ന് നിന്നെ സ്വീകരിക്കും. നിന്റെ സഹോദരന്റെ ബലി ദൈവം സ്വീകരിച്ചതല്ലേ? അല്ലെങ്കിലും ഇളയ മകനോടാ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം. ദൈവം മാപ്പ് നൽകുന്നെങ്കിൽ എന്തുകൊണ്ട് പർദീസായിൽ നിങ്ങൾക്ക് മാപ്പ് നൽകിയില്ല? പർദീസ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോ നിങ്ങൾ ഈ കായേൻ ഉപദേശിക്കാൻ വരുന്നോ? വഴിപിഴച്ച സന്തതി, നിർത്ത്! നീ മാതാപിതാക്കളെ കളിയാക്കുന്നുവോ? നിർത്ത്! ദൈവം പോലും ഉപേക്ഷിച്ച് എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല. മോനെ, നീ എന്തിനുള്ള പുറപ്പാടാണ്? ദൈവമേ, ഇവനും എന്റെ വയറ്റിൽ പിറന്നതാണല്ലോ. ഹവ്വ, പറുദീസായിലെ സൗഭാഗ്യമെല്ലാം അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ നമുക്കായില്ല. നാം ദൈവത്തെ ധിക്കരിച്ചതുപോലെ നമ്മുടെ മകനും
ഇപ്പോ നമ്മെ ധിക്കരിക്കുന്നു. എല്ലാറ്റിനും കാരണം ഈ ഞാനാ. ആദ്യ പാപം ഉടലെടുത്തത് ഈ എന്നിൽ നിന്നാണല്ലോ. എന്റെ ദൈവമേ, ദൈവം പോലും നിന്നെ കൈവിട്ടു. കുടുംബത്തിൽ നീ വഴിപിഴച്ച സന്താനമായി. അനീതിക്കെതിരെ നീ പ്രതികരിക്കണം. വയലിൽ പണിയെടുക്കുന്നവന്റെ വിയർപ്പ് നിന്റെ ദൈവം പോലും കണ്ടില്ല. ദൈവത്തിനും നിന്റെ മാതാപിതാക്കൾക്കും ആബേലിനെ മാത്രം മതി. ഇനി നിന്റെ സഹോദരൻ ജീവിച്ചിരിക്കാൻ പാടില്ല. കായേൻ, ആബേൽ മരിക്കണം. കായൻ, എന്താ? ദൈവം നിന്റെ ബലി മാത്രം സ്വീകരിച്ചു. നമ്മുടെ മാതാപിതാക്കൾക്കും നിന്നെ മാത്രം മതി. ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ് നീ അർപ്പിച്ചതെങ്കിൽ നിന്റെ ബലിയും ദൈവം സ്വീകരിച്ചേനെ. ദൈവം സ്വീകരിച്ചത് എന്നെയാണെങ്കിലും എന്നിലൂടെ ആ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലും എത്തും. 2 ബലി അർപ്പിച്ചതുകൊണ്ട് ദൈവത്തിന് ഒന്ന് സ്വീകരിക്കേണ്ടി വന്നു. ഇനി ഒരു ബലിയേ ഉണ്ടാകും. കായൻ, നീ പറഞ്ഞു വരുന്നത് ഞാൻ ഇനി ബലി അർപ്പിക്കരുത് എന്നാണോ? അല്ല, ഇനി ബലിയർപ്പിക്കുവാൻ നീ ജീവിച്ചിരിക്കില്ല എന്നാണ്. എനിക്ക് ജീവിക്കണമെങ്കിൽ നീ മരിക്കണം. നീ നിന്റെ സഹോദരനെ കൊന്നു. നിന്റെ സഹോദരന്റെ രക്തം നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു. കായൻ, നിനക്ക് മാപ്പില്ല. നീ ഭൂമിയിൽ ഒരു ശാപമായി മാറിയിരിക്കുന്നു. കായേൻ, ദൈവമേ, എന്നെ രക്ഷിക്കണേ. കാണുന്നവരെല്ലാം എന്നെ കല്ലെറിയുകയാണ്. ഇവരെന്നെ കൊല്ലുന്നതിന് മുന്നേ ഈ പാപിയുടെ ജീവൻ തിരിച്ചെടുക്കണേ. കായേൻ, ഇനി നിന്നെ ആരും ഉപദ്രവിക്കില്ല. ജീവൻ നൽകുവാനും തിരിച്ചെടുക്കുവാനുമുള്ള അധികാരം എന്റേതു മാത്രമാണ്. പാപിയുടെ ജീവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ എന്റെ രക്ഷയുടെ മുദ്ര ഞാൻ നിന്റെ നെറ്റിയിൽ പതിപ്പിക്കുന്നു. ഉണരൂ സോദരരെ, ജീവനു സേവകരാക. ഉണരൂ സോദരരെ, ജീവിത സാക്ഷ്യമിതേകാം. കാൽവരി മലയിൽ രക്തം ചിന്തിയ രക്ഷകനരുളുന്നു. ഉയരൂ ഉയരൂ സോദരരെ, ഉയരൂ ഉയരൂ സോദരരെ. ഉണരൂ ഉണരൂ പ്രേക്ഷിതരെ, ഉണരൂ ഉണരൂ പ്രേക്ഷിതരെ. രക്തത്തിൻ തിരുമുദ്ര പതിഞ്ഞവരണിയണിയായി വരവായി, അണിയണിയായി വരവായി. രക്തത്തിൻ തിരുമുദ്ര പതിഞ്ഞവരണിയണിയായി വരവായി, അണിയണിയായി വരവായി.